പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, കഴിഞ്ഞ കുറേ നാളുകളായി ഈ ലോട്ടറി കച്ചവടക്കാരെ കാണുമ്പോൾ നമ്മൾ പലരും വയ്യാത്തവരെ കാണും ലോട്ടറി എടുക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, അവശത അനുഭവിക്കുന്നവരെ കാണും നമ്മൾ ലോട്ടറി എടുക്കാറുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ടൗണിലിറങ്ങിയപ്പം ഒരു കുഞ്ഞിനെയും കൊണ്ട്, ഒരു വയ്യാത്ത കുഞ്ഞുകൊണ്ട് ആ മഴയത്ത് ലേഡി ഇങ്ങനെ അടൂരിൻ്റെ നിറകയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ഞാനും എടുത്തൊരു ലോട്ടറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറ് നിർത്തി ആ ലോട്ടറി മൊത്തവും മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ ലോട്ടറി കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഒത്തിരി ആൾക്കാർ, ഒന്നല്ല ഒത്തിരി ആൾക്കാർ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ചെയ്യാവുന്നൊരു പണി അനുസരിച്ച് ചെയ്യുകയാണ്. എന്തായാലും നമ്മൾ ലോട്ടറി നിരോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ എനിക്ക് ഗവൺമെൻറ് മുന്നിലോടും അധികാരികളുടെ മുന്നിലോടും പറയാനുള്ള കാര്യം, നിങ്ങൾ വലിയ പ്രൈസൊന്നും കൊടുക്കണ്ട. ഒരു 500 രൂപ കാശ്, ഒരു 200 രൂപ കാശ് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. കാരണം അതിന് പറയാൻ ഒരു കാര്യമുണ്ട്. പാലക്കാട് പോയ സമയത്ത് ഒരു 10 ടിക്കറ്റോളം, 12 ടിക്കറ്റോളം ഒരാളെടുത്തു, എനിക്കറിയുന്ന ഒരാളെടുത്തു. ഒരു പൈസ അടിച്ചത്, എല്ലാം 50-ൻ്റെയാണ്. 50 ടിക്കറ്റാണ് എടുത്തത്. എന്നാലോചിച്ച് നോക്കി. ഇങ്ങനെയാണ് ചിലർ ഈ മദ്യത്തിന് അഡിക്റ്റ് ആയതിൻ്റെ ലോട്ടറിക്ക് അഡിക്റ്റ് ആവുന്നു. ഞാൻ പറയുന്നത്, നിങ്ങളിത് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് ഒന്നും കടിഞ്ഞാണിടാൻ പറ്റത്തില്ല. എല്ലാം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒത്തിരി ടിക്കറ്റ് വിറ്റിട്ട് കാര്യമില്ല. വിൽക്കുന്ന ടിക്കറ്റിനകത്ത് കുറച്ചെങ്കിലും നിങ്ങൾ ലക്ഷങ്ങൾ മാത്രം കൊടുക്കാതെ, അല്ല കോടികൾ മാത്രം കൊടുക്കാതെ 100-ൻ്റെയും 50-ൻ്റെയും 500-ൻ്റെ ടിക്കറ്റ് പ്രൈസുകൾ ധാരാളം വെക്കണം. 5000 വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 500-ൻ്റെ പ്രൈസുകൾ ധാരാളം വെക്കണം. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ലോജിക്കായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ഈ ഈ ഏജൻസികൾ കൂടാതെ ഓരോ ബസ് സ്റ്റാൻഡിലും വഴിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാരെ കാണും. നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. നമുക്ക് സഹായിക്കാൻ പറ്റത്തില്ല. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് സഹായിക്കാൻ പറ്റാവുന്നതിലപ്പുറമാണ് അവരുടെ കണ്ടീഷൻസ്. ഒന്നാമത് ഈ കടുത്ത നമ്മുടെ ഈ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരും, അത് ഈ വിലക്കയറ്റം ഒരു വലിയ പ്രധാനമാണ്. നമ്മളെന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു കാര്യം മുടങ്ങിപ്പോവും. നമ്മൾ ഈ ലോട്ടറിയുടെ ലാഭം നോക്കിയല്ല നമ്മൾ എടുക്കുന്നത്. പലരും അങ്ങനെ നോക്കിയല്ല എടുക്കുന്നത്. നല്ലൊരു ശതമാനം ആൾക്കാർ അങ്ങനെ നോക്കിയല്ല എടുക്കുന്നത്. നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ അവരെ നമ്മൾ നോക്കും. പ്രായമുള്ളവരാണോ, അല്ലെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവരാണോ, എന്നാൽ ശരി, ഒരെണ്ണം എടുത്തേക്കല്ല 2 എടുത്തേക്കാം. പക്ഷേ ഇതുകൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്ന അടുത്ത ആൾ ചെല്ലുമ്പോൾ നാളെ ലോട്ടറി വേണ്ട എന്നാണ് അവർ പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രൈസുകൾ പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ആവുന്നത്. അടിക്കുന്ന ഒരാൾക്ക് 10 കോടി രൂപ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അയാൾ മാത്രമാണ് ഏറ്റവും ബെറ്ററായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. പക്ഷേ നിങ്ങൾ ഈ ലോട്ടറി നിർത്താൻ, നമ്മുടെ ഗവൺമെൻറ് ലോട്ടറി നിർത്താൻ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് സാഹചര്യമില്ല. നമ്മുടെ സാമ്പത്തിക ഘടന എങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നിങ്ങൾ ഈ ലോട്ടറി വിൽക്കുന്നിടത്തോളം കാലം ചെറിയ ടിക്കറ്റുകൾ, ചെറിയ ചെറിയ പ്രൈസുകൾ കൂടി വെക്കുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞ 100-ൻ്റെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100, 200, 500 ആണെന്ന് തോന്നുന്നു. 300-ൻ്റെ ഒന്നുമില്ല, 500. ഒരു 100, 200, 500 ഒക്കെ ഇച്ചിരി പ്രൈസ് കൂട്ടി വെക്കുക. മറ്റേ ഈ 10 ലക്ഷം എന്നുള്ളത്, അല്ലെ 1 കോടി, അല്ലെ വിഷു ബമ്പറൊക്കെ എത്ര ആയിരുന്നു, 25 കോടി 30 കോടിയും കണ്ട്. അതിൽ 20 കോടിയോ അല്ലെ 10 കോടിയോ 20 കോടിയൊക്കെ മതിയെന്ന്. അത് നിങ്ങൾ ദയവായിട്ടിത്, ഞാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ഞാൻ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ പറയണമെന്ന് തോന്നി. നമ്മൾ പറയാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുക, അധികാരികളെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.